ഞാൻ എൻ്റെ ബെറ്റ് ജയിച്ചിരിക്കുകയാണ്. കെ രാധാകൃഷ്ണൻ തന്നെ പറഞ്ഞു യു ആർ പ്രദീപ് മുൻപ് നേടിയ ഭൂരിപക്ഷത്തെ മറികടക്കും. മനു അങ്ങനെയല്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ എന്തായാലും കെ രാധാകൃഷ്ണനും ആ മണ്ഡലത്തിൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് അത് ശരിവെച്ചിരിക്കുകയാണ്. അതോടുകൂടി സംഗതി തീർന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി എന്താണ് ബെറ്റ് എന്നുള്ളത് സസ്പെൻസ് ആണ്. ഇത് കഴിഞ്ഞ് ഞാൻ പറയാം. അപ്പോൾ ഏതായാലും നമുക്ക് ഇതിലേക്ക് വരാം. ചേലക്കരയുടെ കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞപ്പോൾ ഓർത്തൊരു കാര്യം, പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ചേലക്കരയിൽ വിജയം ഉറപ്പാണ്. അപ്പോൾ ഒരു മാധ്യമപ്രവർത്തകൻ അദ്ദേഹത്തോട് 1-to-1 ഇന്റർവ്യൂവിൽ ചോദിച്ചു, ഭൂരിപക്ഷം ഇപ്പോൾ പറയാറായിട്ടില്ല, ചേലക്കര ഉറപ്പാണ്. മുമ്പ് അവിടെ മാധ്യമപ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് വന്നത് ചേലക്കരയിൽ സർക്കാരിനെതിരായി അതിശക്തമായ പ്രചാരണം നടത്തിയ പ്രതിപക്ഷത്തോടൊപ്പം ആ ജനത നിൽക്കും, ആ ഭരണവിരുദ്ധ വികാരം എന്ന് തങ്ങൾ മുന്നോട്ട് വെച്ച വാദത്തെ ആ നിലയിൽ ജനങ്ങളുടെ അംഗീകാരത്തോടെ കേരളമാകെ ഉണ്ട് എന്ന നിലയിലേക്ക് പോകുന്ന ഒരു രാഷ്ട്രീയമാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം പറഞ്ഞത്. ആ പ്രതിപക്ഷത്തിന് കിട്ടിയ വലിയ പരാജയം ചേലക്കരയിലുണ്ട് എന്നാണ് കെ രാധാകൃഷ്ണൻ പറഞ്ഞതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയം. അപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ പ്രതികരണങ്ങളൊക്കെ വരാനുണ്ട്. പക്ഷേ ഇപ്പോൾ ഇടതുമുന്നണി പ്രവർത്തകർ CPIM-ൻ്റെ നേതൃത്വത്തിൽ അവിടെ ആഹ്ലാദ പ്രകടനങ്ങൾക്ക് വോട്ടെണ്ണൽ കേന്ദ്രത്തിലേക്ക് കെ രാധാകൃഷ്ണൻ എത്തുന്നു. ഇതെല്ലാം നമ്മുടെ ദൃശ്യങ്ങൾ തത്സമയം ചേലക്കരയിൽ നിന്ന് പ്രേക്ഷകർക്ക് മുമ്പാകെ എത്തുന്നു. ഒപ്പം പാലക്കാട് വളരെ പ്രധാനപ്പെട്ടതാണ്. നഗരത്തിനകത്തെ വോട്ടെണ്ണൽ മറ്റൊരു പാറ്റേണിലേക്ക് മാറാൻ BJP സ്വാധീന കേന്ദ്രങ്ങൾ വിട്ട് UDF-ന് മേൽക്കൈയുള്ള പ്രദേശങ്ങൾ, എന്നാൽ LDF-ന് വോട്ട് കിട്ടാൻ സാധ്യതയുള്ള പ്രദേശങ്ങൾ. കാരണം BJP സ്വാധീന മേഖലകളിലേക്ക് അധിക വോട്ട് സമാഹരിക്കാൻ LDF-ന് കഴിഞ്ഞു എന്നുള്ളത് മേപ്പറമ്പ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ മേപ്പറമ്പ് UDF-ന്റെ ഈ പറയുന്ന പോലെ ഒരു കുത്തക കേന്ദ്രമാണ്. അവിടെ LDF-ന് എത്ര വോട്ട് കിട്ടും എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. പിന്നെ സുൽത്താൻപേട്ട്, ഈ ആക്കര, ഇതൊക്കെ നമ്മൾ കറങ്ങി നടന്ന സ്ഥലങ്ങളല്ലേ. ഇതൊക്കെ മേപ്പറമ്പിനെ കുറിച്ച് പറയരുത്. അവിടെ ഒരു പടക്കളം ചെയ്യാൻ പോയത് എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ എയറിലായിരുന്നു ഫുൾ ടൈം. അതുകൊണ്ട് പാലക്കാട് ഓരോ റൗണ്ടും ഓരോ തരത്തിൽ പ്രത്യേകതയുള്ളതാണ്. 1ഉം 2ഉം റൗണ്ടുകൾ BJP-ക്ക് വലിയ സ്വാധീനമുള്ള 6 റൗണ്ട് കഴിഞ്ഞു കേട്ടോ. 6 റൗണ്ടിൽ BJP നേരിയ ലീഡ് 412. അപ്പോൾ എനിക്ക് തോന്നുന്നു UDF ഒരു പക്ഷേ മൊത്തം നോക്കുമ്പോൾ ലീഡ് തിരിച്ചു പിടിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് എന്ന് തോന്നുന്നു. അല്ല, അതുകൊണ്ട് എന്താ അറിയോ, ഇടയിൽ BJP ലീഡിലേക്ക് വരുന്നത് കൊണ്ട് UDF-ന്റെ ലീഡ് നേർത്തു വരും. BJP തന്നെയാണ് 412 വോട്ട്. അതാ ഞാൻ പറഞ്ഞത്. ഇപ്പോൾ 1000-ൽ പരം വോട്ടിന് BJP ലീഡ് ചെയ്യുന്നു എന്ന് പറയുന്നത് UDF-ന്റെ സാധ്യതകളെ കുറച്ചുകൂടെ കുറയ്ക്കുകയാണ്. എന്ന് വെച്ചാൽ BJP-യിൽ നിന്ന് ലീഡ് പിടിച്ച് വളരെ കംഫർട്ടബിളായി പിരായിരിയിലേക്ക് പോകാൻ ഈ റൗണ്ട് വരെ കഴിഞ്ഞിട്ടില്ല. ഇനി 2 റൗണ്ടുകൾ ഉണ്ട്. വരട്ടെ, പ്രദീപ് സംസാരിക്കും. അപ്പോൾ ഏതായാലും അവിടെ തയ്യാറെടുക്കട്ടെ. സ്ഥാനാർത്ഥി UR പ്രദീപിന് ചുറ്റും മാധ്യമപ്രവർത്തകർ ഒത്തുകൂടിയിരിക്കുകയാണ്. മാധ്യമപ്രവർത്തകരും വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു. ചേലക്കരയിൽ ഭൂരിപക്ഷം എത്ര എന്ന സ്വാഭാവിക ചോദ്യങ്ങളുണ്ടാകും. പ്രതിപക്ഷത്തിന് ഏറ്റ തിരിച്ചടിയെക്കുറിച്ചുള്ള സ്വാഭാവികമായ ചോദ്യം ഉണ്ടാകും. വിജയത്തെക്കുറിച്ചുള്ള ചോദ്യം. ചേലക്കരയെ 2016-ൽ പ്രതിനിധാനം ചെയ്ത UR പ്രദീപ് വീണ്ടും നിയമസഭയിലേക്ക് ചേലക്കരയുടെ MLA ആയി പോകാൻ തയ്യാറെടുക്കുകയാണ്.